ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 22-ന്റെ 34 മുതൽ 36 വരെ. സദൂക്യരെ അവൻ മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ട് പരീശന്മാർ ഒന്നിച്ചുകൂടി. അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു. ഗുരോ, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പരീശന്മാർ കടന്ന് വരുന്നത് ഇവിടെയാണ്. അവരിലൊരു നിയമജ്ഞൻ കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്, ഏത് കൽപ്പനയാണ് ന്യായപ്രമാണത്തിൽ ഏറ്റവും വലിയത്? അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് വൈദികൻ എന്നാണ്. അതായത് നിയമവും ന്യായപ്രമാണവും എല്ലാം നന്നായി അഭ്യസിക്കുകയും ആചരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ന്യായശാസ്ത്രിയും യേശുവും തമ്മിൽ നടന്ന സംഭാഷണം മർക്കോസ് 12-ാം അധ്യായത്തിലും ലൂക്കോസ് 10-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ ഒരു ചോദ്യത്തിന് കർത്താവ് നൽകുന്ന ഉത്തരം അവിടെ ലഭ്യമാണ്. ന്യായശാസ്ത്രിയുടെ ചോദ്യം നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം എന്നതാണ്. തുടർന്ന് ദൈവശാസ്ത്രത്തിൻ്റെയും ദൈവരാജ്യത്തിൻ്റെയും ദൈവവചനത്തിൻ്റെയും മർമ്മപ്രധാനമായ സൂചനകളിലേക്ക് കർത്താവ് കടക്കുന്നു. യെരുശലേമിൽ അരങ്ങേറുന്ന 4ാമത്തെ വിവാദമാണ് വിശുദ്ധ മത്തായി ചർച്ച ചെയ്യുന്നത്. ദൈവം നൽകിയ കൽപ്പനകളിൽ ഏറ്റവും മുഖ്യമായത് ഏതാണ്? അതാണ് തർക്കവിഷയം. സദൂക്യരെ കർത്താവ് ഏറെക്കുറെ നിഷ്പ്രഭമാക്കി, അല്ലെങ്കിൽ അവരുടെ വാക്ക് മുട്ടിച്ചു. 4ാമത്തെ വിവാദ കഥയ്ക്ക് പശ്ചാത്തലമൊരുക്കുകയാണ് മത്തായി ഈ വാക്യത്തിലൂടെ. ഇപ്പോൾ പരീശന്മാരാണ് യേശുവിനെതിരെ തിരിയുന്നത്. അപ്പോൾ നിയമ പണ്ഡിതന്റെ ചോദ്യം അത് യേശുവിനെ മുട്ടുകുത്തിക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു. വിശുദ്ധ മത്തായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് പദമുണ്ട്, നോമിക്കോസ് എന്നാണ്. ഇവിടെ മാത്രമേ ഈ വാക്ക് മത്തായി ഉപയോഗിക്കുന്നുള്ളൂ. അതിനെ മോശയുടെ നിയമത്തിൽ അത്യഗാധമായ പാണ്ഡിത്യമുള്ളവനെന്നാണ് സൂചന. സാധാരണയായി മത്തായി ഉപയോഗിക്കുന്ന വാക്ക് നിയമജ്ഞൻ എന്നാണ് ഗ്രീക്കിൽ. അതായത് ഗ്രമ്മത്തെവൂസ് എന്നൊരു പദമുണ്ട്. അതിനും മോശയുടെ ന്യായപ്രമാണത്തിന് അറിവുള്ളവരെന്ന് തന്നെയാണ് അർത്ഥം. സുപ്രധാന കൽപ്പനയെക്കുറിച്ച് യേശുവിനെ ചോദ്യം ചെയ്യാൻ വന്നവൻ ചില്ലറക്കാരനായിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് വിരളമായ നോമിക്കോസ് അല്ലെങ്കിൽ നിയമ പണ്ഡിതൻ എന്ന വാക്ക് പ്രയോഗിക്കുന്നതിലൂടെ മത്തായി ചെയ്യുന്നത്. നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? 2 കാര്യങ്ങളായിരിക്കാം ഈ ചോദ്യത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, ഇസ്രായേൽ ജനത്തിൻ്റെ നിയമസംഹിതയുടെ ഒരു സംഗ്രഹം നൽകുക, അല്ലെങ്കിൽ ആ നിയമസംഹിതയുടെ ഹൃദയം ഏതെന്ന് വ്യക്തമാക്കുക. എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം? സാധാരണക്കാരെ വിദ്യ അഭ്യസിപ്പിക്കുന്നതിൽ താല്പര്യമുള്ളവരായിരുന്നു പരിസേയർ. സാധാരണക്കാരെ പഠിപ്പിക്കാൻ മതബോധന സംഗ്രഹം പോലെ നിയമസംഗ്രഹങ്ങൾ ആവശ്യമായിരുന്നു. പലരുടെയും സംഗ്രഹങ്ങൾ അത്ര കേമമല്ലായിരുന്നു. പല ഗുരുക്കന്മാരും അങ്ങനെയുള്ള സംഗ്രഹങ്ങൾ തയ്യാറാക്കിയിട്ടുമുണ്ട്. യേശുവിൻ്റെ നിയമ സംഗ്രഹം എന്തായിരിക്കും എന്ന് അറിയാനായിരിക്കാം ഈ ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നതെന്നാണ് ഒന്നാമത്തെ ഒരു ചിന്ത. രണ്ടാമത്, ലോ, അതായത് നിയമം എന്ന് പറഞ്ഞാൽ ഒരു നയമാണ്, ഒരു പോളിസി. ഉദാഹരണം, ശബത്ത് ദിനം വിശുദ്ധമായി ആചരിക്കണം. പക്ഷേ എങ്ങനെയാണ് വിശുദ്ധമായി ആചരിക്കുക? ഈ ലക്ഷ്യം മുൻനിർത്തി ചട്ടങ്ങളും നിർദ്ദേശങ്ങളും, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ തയ്യാറാക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ശബത്ത് വിശുദ്ധമായി ആചരിക്കാൻ 39 ചട്ടങ്ങൾ പാലിക്കണമെന്നാണ്
പരീശരിലെ നിയമ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. 10 പ്രമാണങ്ങൾ എന്ന നിയമം അനുസരിക്കാൻ അവർ 613 ചട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. അതായത് കർത്താവ് കൊടുത്ത, ദൈവം തമ്പുരാൻ മോശയിലൂടെ തൻ്റെ ജനത്തിന് കൊടുത്ത 10 കൽപ്പനകൾ പ്രമാണിക്കാനുള്ള ചട്ടങ്ങൾ ഈ 613 ചട്ടങ്ങളാക്കി അവർ മാറ്റിയെന്നാണ്. അതിൽ 248 പ്രസാദാത്മക ചട്ടങ്ങൾ, ഇത് ചെയ്യണം എന്ന് അനുശാസിക്കുന്നവയാണ്. 365 നിഷേധാത്മക ചട്ടങ്ങളായിരുന്നു, ഇത് ചെയ്യരുത് എന്ന അനുശാസനം. ഇവയിൽ തന്നെ ഗുരു ലഘുത്വം കൽപ്പിക്കപ്പെട്ടു. ചിലത് ഗൗരവ സ്വഭാവമുള്ളതും മറ്റു ചിലത് ലഘു സ്വഭാവമുള്ളതുമായിരുന്നു. മോശ 613 ചട്ടങ്ങൾ നൽകിയെങ്കിലും പ്രധാനപ്പെട്ടവ തിരഞ്ഞെടുത്ത് ക്രോഡീകരിച്ച് എണ്ണം ചുരുക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. ദാവീദ് അതിനെ 11 എണ്ണമായി ചുരുക്കി. സങ്കീർത്തനം 15 നമുക്ക് വായിക്കാം, 2 മുതൽ 5 വരെ. യെശയ്യാ പ്രവാചകൻ അതിനെ 6 എണ്ണമാക്കി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായത്തിലാണ്. മീഖ പ്രവാചകൻ അത് 3 ആക്കി. മീഖ 6 8 വാക്യം. ആമോസ് പ്രവാചകൻ 2 എണ്ണമാക്കി. ആമോസ് 6 40 വാക്യത്തിൽ കാണാം. ഹബക്കൂഹ് അത് 1 ചുരുക്കുന്നുണ്ട് 2 അധ്യായത്തിൽ. അപ്പോൾ ഗിരിപ്രഭാഷണത്തിൻ്റെ സമാപനത്തിൽ യേശു സൂചിപ്പിച്ച സുവർണ നിയമം അത്തരത്തിലുള്ള ഒന്നായിരുന്നു. മത്തായി 7:12. അതുകൊണ്ടാണ് ഇവയിൽ സുപ്രധാന കൽപ്പന ഏതാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിന് കർത്താവ് നൽകുന്ന ഉത്തരം നമുക്ക് അടുത്ത ധ്യാനത്തിൽ പങ്കുവയ്ക്കാം. ചോദ്യം ഒരു സാധാരണക്കാരൻ്റെ ചോദ്യമായി കരുതാം വേണമെങ്കിൽ, എന്നാൽ ഈ ചോദ്യത്തിനുള്ളിൽ അവരെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട്. അത് മതപരമായ അനുശാസനങ്ങൾക്കെതിരെ കർത്താവ് എന്തെങ്കിലും പറയുമോ എന്നതറിയാനും, അല്ലെങ്കിൽ അവരുടെ നിയമ അന്ധതയെ ഒന്ന് കുറച്ച് വ്യക്തമാക്കിയെടുക്കാനുമുള്ള ശ്രമമായിട്ടും വേണമെങ്കിൽ അതിനെ കരുതാം. എന്തു തന്നെയായിരുന്നാലും നമുക്ക് ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന ദൈവിക കൽപ്പനകളെ മുറുകെ പിടിക്കാൻ, ചോദ്യം ചെയ്യാതെ മുറുകെ പിടിക്കാൻ, അതിനെ കൂടുതൽ സങ്കീർണമാക്കാതെ പച്ചയായി ദൈവത്തോടും ദൈവവചനത്തോടും ചേർന്ന് നിൽക്കാനുള്ള ഒരു കൃപ നമുക്ക് ആവശ്യമാണ്. ദൈവം തമ്പുരാൻ അത് നമുക്ക് നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ കൽപ്പനകൾക്കായും ദൈവവചനത്തിനായും നന്ദിയോടെ സ്തോത്രം. ചോദ്യം ചെയ്യാതെ അതിനെ അംഗീകരിപ്പാൻ, പിന്തുടരാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ദൈവിക കൽപ്പനകളെയും ശാസനകളെയും ഉൾക്കൊണ്ട് ജീവിപ്പാൻ ഇന്ന് പകൽക്കാലം പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഞങ്ങളെ സഹായിക്കണമെന്ന് യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.